ഓം ശാന്തി 2/2/2026 പ്രഭാതമുരളി മധുബൻ. ശിവഭഗവാനുവാച: മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ തന്നെയാണ് നിങ്ങളെ സദാ സുഖിയാക്കി മാറ്റാൻ വന്നിരിക്കുന്നത്. ചോദ്യം: തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വായിൽ നിന്ന് എങ്ങനെയുള്ള വാക്കാണ് സ്വതവേ വീഴുന്നത്? ഉത്തരം: ഭാഗ്യത്തിൽ എന്തുണ്ടോ അത് ലഭിക്കും. തീർച്ചയായും സ്വർഗത്തിൽ പോകുമല്ലോ. ബാബ പറയുന്നു, ഈ വാക്കുകൾ പുരുഷാർത്ഥി കുട്ടികളുടേത് അല്ല. ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള പുരുഷാർത്ഥം തന്നെ ചെയ്യണം. ഉയർന്ന പദവി നൽകാൻ ബാബ വന്നു കഴിഞ്ഞതിനാൽ ഒരിക്കലും തെറ്റു ചെയ്യരുത്. ഗീതം: കുട്ടിക്കാല ദിനങ്ങൾ മറക്കരുത്. ഓം ശാന്തി. മധുരമായ കുട്ടികൾ ഗീതത്തിന്റെ വരിയുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ജീവിച്ചിരിക്കെ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുകയാണ്. മുഴുവൻ കൽപ്പവും പരിധിയുള്ള അച്ഛന്റേതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ മാത്രമാണ് പരിധിയില്ലാത്ത ബാബയുടേതായി ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് നമ്മൾ പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ബാബയെ ഉപേക്ഷിച്ചു എങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ചു പറഞ്ഞു കൊടുക്കുന്നതിലൂടെയൊന്നും അവർ സന്തുഷ്ടരാകില്ല. മനുഷ്യർക്ക് വേണ്ടത് ധനമാണ്. ധനമില്ലാതെ സുഖം ലഭിക്കില്ല. ധനവും വേണം, ശാന്തിയും വേണം, നിരോഗിയായ ശരീരവും വേണം. ലോകത്തിൽ ഇന്നെന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് അറിയുന്നത്. വിനാശം തൊട്ടുമുന്നിൽ നിൽക്കുകയാണ്. മറ്റാരുടെയും ബുദ്ധിയിൽ ഈ കാര്യമില്ല. അഥവാ വിനാശമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടാകാം. അല്പം പോലും തീപ്പൊരി ഉണ്ടായാൽ അത് പടർന്നു പിടിക്കാൻ താമസിക്കില്ല. കുട്ടികൾക്കറിയാം, ഈ ലോകം നശിച്ചു കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. ബാബയെ സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഹർഷിതമായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ബാബയെ മറന്ന് ദുഃഖമുണ്ടാകുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സുഖമെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ലക്ഷ്മി നാരായണനായി മാറാനാണ് വന്നിരിക്കുന്നത്. രാജാ റാണിയുടെ വേലക്കാരും പ്രജകളുടെ വേലക്കാരും തമ്മിൽ എത്ര വ്യത്യാസമാണ്. ഇപ്പോഴത്തെ പുരുഷാർത്ഥം പിന്നീട് കൽപ്പകൽപ്പാന്തരം നിലനിൽക്കും. അവസാനം എല്ലാവർക്കും സാക്ഷാത്കാരമുണ്ടാകും. നമ്മൾ എത്രത്തോളം പുരുഷാർത്ഥം ചെയ്തു? ഇപ്പോഴും ബാബ പറയുന്നു, സ്വയം തന്റെ അവസ്ഥ നോക്കിക്കൊണ്ടിരിക്കണം. ആരിൽ നിന്നാണോ സ്വർഗീയ സമ്പത്ത് ലഭിക്കുന്നത്, ആ മധുരമായ ബാബയെ നമ്മൾ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ട്? നിങ്ങളുടെ മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷവും ഉണ്ടാകുന്നു. ഇപ്പോൾ സമീപത്തെത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ചിലരെല്ലാം ക്ഷീണിച്ചു പോകുന്നു. ലക്ഷ്യം എത്ര ഉയർന്നതാണെന്ന് ചിന്തിക്കുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ പരിശ്രമവും സഫലമാകും. ഇപ്പോൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ലോകത്തിലുള്ളവർക്ക് അതറിയില്ല. ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നതെന്ന് പോലും ലോകത്തിലുള്ളവർക്ക് അറിയില്ല. അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കുന്നുമുണ്ട്. പിന്നീട് തൂണിലും തുരുമ്പിലും ഉണ്ടെന്നും പറയുന്നു. ഇപ്പോൾ നമ്മൾ ബാബയുടേതായി മാറിയിരിക്കുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇപ്പോൾ ബാബയുടെ തന്നെ മതമനുസരിച്ച് മുന്നേറണം.
വിദേശത്താണെങ്കിൽ പോലും അവിടെ ഇരുന്നു കൊണ്ടും ബാബയെ മാത്രം ഓർമ്മിക്കണം. നിങ്ങൾക്ക് ശ്രീമതം ലഭിക്കുന്നു. ഓർമ്മയിലൂടെയല്ലാതെ തമോ പ്രധാനമായ ആത്മാവിന് സതോ പ്രധാനമായി മാറാൻ സാധിക്കില്ല. നിങ്ങൾ പറയുന്നു, ബാബ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ മമ്മയും ബാബയും സമ്പത്തെടുത്ത പോലെ ഞങ്ങളും പുരുഷാർത്ഥം ചെയ്ത് തീർച്ചയായും അവരുടെ സിംഹാസനത്തിലിരിക്കും. മമ്മയും ബാബയും രാജരാജേശ്വരിയായി മാറി എങ്കിൽ ഞങ്ങളും അങ്ങനെയായി മാറും. എല്ലാവർക്കും വേണ്ടിയുള്ള പരീക്ഷ ഒന്നു തന്നെയാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് പഠിപ്പ് മാത്രമേ നൽകുന്നുള്ളൂ. ബാബയെ ഓർമ്മിക്കൂ. ഇതിനെയാണ് സഹജ രാജയോഗത്തിന്റെ ബലമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, യോഗത്തിലൂടെ ധാരാളം ബലം ലഭിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വികർമ്മം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ശിക്ഷ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പദവി ഭ്രഷ്ടമാകുന്നു. ഓർമ്മയിൽ തന്നെയാണ് മായ വിഘ്നമുണ്ടാക്കുന്നത്. സദ്ഗുരുവിനെ നിന്ദിച്ചവർക്ക് ഗതി പിടിക്കില്ല എന്ന് പറയാറുണ്ട്. മനുഷ്യർ സാധാരണ ഗുരുക്കളെ നിന്ദിക്കിനെക്കുറിച്ചാണ് പറയുന്നത്. സദ്ഗുരു നിരാകാരനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഭക്തർക്ക് ഫലം നൽകുന്നത് ഭഗവാനാണെന്ന മഹിമയുണ്ട്. സന്യാസിമാരെല്ലാവരും ഭക്തരാണ്. ഭക്തർ തന്നെയാണ് ഗംഗാ സ്നാനം ചെയ്യാൻ പോകുന്നത്. ഭക്തർ മറ്റു ഭക്തർക്ക് ഫലം നൽകില്ലല്ലോ. ഭക്തർ മറ്റു ഭക്തർക്ക് ഫലം നൽകുകയാണെങ്കിൽ ഭഗവാനെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? ഇത് ഭക്തിമാർഗമാണ്. എല്ലാവരും ഭക്തരാണ്. ഭക്തർക്ക് ഫലം നൽകുന്നത് ഭഗവാനാണ്. കൂടുതൽ ഭക്തി ചെയ്യുന്നവർ കുറവ് ഭക്തി ചെയ്യുന്നവർക്ക് ഫലം നൽകാനൊന്നും സാധിക്കില്ല. ഭക്തി എന്നാൽ ഭക്തിയാണ്. ഒരു രചന മറ്റൊരു രചനയ്ക്ക് എങ്ങനെയാണ് സമ്പത്ത് നൽകാൻ സാധിക്കുന്നത്? സമ്പത്ത് രചയിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ സമയം എല്ലാവരും ഭക്തരാണ്. ജ്ഞാനം ലഭിക്കുമ്പോൾ പിന്നെ സ്വതവേ തന്നെ ഭക്തി ഇല്ലാതാകുന്നു. ജ്ഞാനത്തിന്റെ ജയ ജയ ആരവം മുഴങ്ങുന്നു. ജ്ഞാനമില്ലാതെ സദ്ഗതി എങ്ങനെ ഉണ്ടാകും? എല്ലാവരും അവനവന്റെ കണക്കുകളെല്ലാം സമാപ്തമാക്കി തിരിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം വിനാശം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ് എന്ന്. അതിനു മുൻപ് പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കണം. നിങ്ങൾക്കറിയാം നമ്മൾ പാവനമായ ലോകത്തേക്ക് പോവുകയാണെന്ന്. ബ്രാഹ്മണരായവർ മാത്രമേ നിമിത്തമായി മാറുകയുള്ളൂ. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരായി മാറാതെ നിങ്ങൾക്ക് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ സാധിക്കില്ല. അച്ഛൻ കുട്ടികളെ രചിക്കുന്നത് തന്നെ സമ്പത്ത് നൽകുന്നതിനാണ്. നമ്മൾ ശിവബാബയുടേത് തന്നെയാണ്. കുട്ടികൾക്ക് സമ്പത്ത് നൽകാനാണ് പുതിയ സൃഷ്ടി രചിക്കുന്നത്. ശരീരധാരികൾക്ക് മാത്രമല്ലേ സമ്പത്ത് നൽകുകയുള്ളൂ. ആത്മാക്കൾ മുകളിലാണ് വസിക്കുന്നത്. പരംധാമത്തിൽ സമ്പത്തിന്റെയോ പ്രാപ്തിയുടെയോ കാര്യമില്ല. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പ്രാലബ്ധം നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് ലോകത്തിലുള്ളവർക്കറിയില്ല. ഇപ്പോൾ സമയം സമീപത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോംബുകൾ ഒന്നും തന്നെ എടുത്തു വെക്കാനുള്ളതല്ല. ഒരുപാട് തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബ നമുക്ക് നിർദ്ദേശം നൽകുകയാണ്, എന്നെ ഓർമ്മിക്കൂ എന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം ഒരുപാട് കരയേണ്ടതായി വരും. രാജവിദ്യയുടെ പരീക്ഷയിൽ ആരെങ്കിലും തോറ്റുപോവുകയാണെങ്കിൽ ദേഷ്യത്തിൽ പോയി മുങ്ങി മരിക്കാറുണ്ട്. ഇവിടെ ദേഷ്യത്തിന്റെ കാര്യമില്ല. അവസാനം നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരമെല്ലാം ഉണ്ടാകും. നമ്മൾ എന്തെല്ലാമായാണ് മാറാൻ പോകുന്നതെന്നും അവസാനം അറിയാൻ സാധിക്കും. ബാബയുടെ ജോലിയാണ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക എന്നത്. കുട്ടികൾ പറയാറുണ്ട്, ബാബ, ഞങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മിക്കാൻ മറന്നുപോകുന്നു. ചിലരെല്ലാം പറയുന്നു,
ഓർമ്മിക്കാൻ സമയം ലഭിക്കുന്നില്ല എന്ന്. അപ്പോൾ ബാബ പറയും, സമയം കണ്ടെത്തി ഓർമ്മയിൽ ഇരിക്കൂ എന്ന്. ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം കാണുമ്പോഴും ബാബയെ മാത്രം ഓർമ്മിക്കാൻ തന്നെ പരിശ്രമിക്കണം. ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മിക്കാൻ സാധിക്കും. സഹായവും ലഭിക്കും. മുഖ്യ കാര്യം ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. വിദേശത്തേക്ക് പോവുകയാണെങ്കിലും ഒരു കാര്യം മാത്രം സ്മരിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ബാബ പറയുന്നു, ഒരു കാര്യം മാത്രം ഓർമ്മിക്കൂ, ബാബയെ ഓർമ്മിക്കണം. യോഗബലത്തിലൂടെ എല്ലാ പാപങ്ങളും ഭസ്മമാകും. ബാബ പറയുന്നു, മന്മന ഭവ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വിശ്വ അധികാരിയായി മാറും. മുഖ്യ കാര്യം ഓർമ്മയുടേത് തന്നെയാണ്. ഇതിനായി എവിടേക്കും പോകേണ്ട കാര്യവുമില്ല. വീട്ടിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. പവിത്രമായി മാറിയില്ലെങ്കിൽ ഓർമ്മിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും വന്ന് ക്ലാസ്സിലിരിക്കാൻ സാധിക്കില്ലല്ലോ. മന്ത്രം സ്വീകരിച്ചു എങ്കിൽ പിന്നെ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോളൂ. സത്തോ പ്രധാനമാകാനുള്ള വഴി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. സെന്ററിലേക്ക് വരുന്നതിലൂടെ പുതിയ പുതിയ പോയിന്റുകൾ കേൾക്കാൻ സാധിക്കും. അഥവാ എന്തെങ്കിലും കാരണത്താൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ, മഴ പെയ്യുകയാണ്, ബന്ധാണെങ്കിൽ, ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യും? ബാബ പറയുന്നു, കുഴപ്പമില്ല. ദിവസവും ശിവക്ഷേത്രത്തിൽ ചെന്ന് അഭിഷേകം ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. എവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഓർമ്മയിലിരിക്കൂ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മിക്കൂ. മറ്റുള്ളവരോടും ഇതുതന്നെ പറയൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മങ്ങൾ വിനാശമായി ദേവതയായി മാറും. 2 വാക്കുകൾ മാത്രമാണ്. രചയിതാവാകുന്ന ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. രചയിതാവ് ഒന്നു മാത്രമാണ്. രചയിതാവാകുന്ന ബാബ എത്ര സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്. ബാബയെ ഓർമ്മിക്കാനുള്ള മന്ത്രം ലഭിച്ചു. ബാബ പറയുന്നു, ഈ കുട്ടിക്കാലം മറക്കരുത്. അഥവാ ബാബയെ മറന്നുവെങ്കിൽ ഇന്ന് ചിരിച്ച് നാളെ കരയേണ്ടതായി വരും. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കണം. എന്ത് ഭാഗ്യത്തിലുണ്ടോ അത് ലഭിക്കും. ബാക്കി സ്വർഗത്തിൽ എന്തായാലും പോകുമല്ലോ എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും പുരുഷാർത്ഥികളെന്ന് പറയില്ല. മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ ഉയർന്ന പദവി പ്രാപിക്കാനാണ്. ബാബയിൽ നിന്ന് ഉയർന്ന പദവി ലഭിക്കുമ്പോൾ എന്തിന് അശ്രദ്ധ കാണിക്കണം? സ്കൂളിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചവരുടെ മുന്നിൽ അവർക്ക് തല കുനിക്കേണ്ടതായി വരും. ബാബയെ പൂർണ്ണ രീതിയിൽ ഓർമ്മിക്കുന്നില്ല എങ്കിൽ പ്രജയിലും വേലക്കാരനായി മാറും. പക്ഷെ ഇതിൽ തൃപ്തരാകരുത്. കുട്ടികൾ സന്മുഖത്ത് വന്ന് റിഫ്രഷായിയാണ് പോകുന്നത്. ബന്ധനത്തിലുള്ളവരുണ്ടെങ്കിലും കുഴപ്പമില്ല. വീട്ടിലിരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. മരണം മുന്നിലുണ്ട്. പെട്ടെന്ന് തന്നെ യുദ്ധം ആരംഭിക്കുമെന്ന് എത്രയാണ് ബാബ മനസ്സിലാക്കി കൊടുക്കുന്നത്? യുദ്ധം തുടങ്ങിയ പോലെ തന്നെയാണ്. കോലാഹലങ്ങളിലൂടെയും നിലവിളികളിലൂടെയും നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അല്പമെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് ആദ്യമേ തന്നെ അവർ പറയുന്നു. ബോംബുകൾ ഉണ്ടെന്നുള്ള അഹങ്കാരവും ഒരുപാടുണ്ട്. ബാബയും പറയാറുണ്ട്, കുട്ടികൾ ആരും ഇപ്പോൾ യോഗബലത്തിൽ സമർത്ഥരായി മാറിയിട്ടില്ല. ഡ്രാമയനുസരിച്ച് ഇപ്പോൾ തന്നെ യുദ്ധമുണ്ടാകുകയുമില്ല. കുട്ടികൾ പൂർണ്ണ സമ്പത്ത് എടുത്തിട്ടില്ല. ഇപ്പോൾ മുഴുവൻ രാജധാനി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അല്പം സമയം വേണം. പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വിമാനം, തീവണ്ടി എന്നിവയെല്ലാം അപകടത്തിൽപ്പെടും. മരണം എത്ര സഹജമായാണ് സംഭവിക്കുന്നത്. ഭൂമി ഇളകിക്കൊണ്ടേയിരിക്കുന്നു. ഭൂകമ്പത്തിനാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്.
എന്നാലേ മുഴുവൻ കെട്ടിടങ്ങളും തകരുകയുള്ളൂ. മരണത്തിന് മുമ്പ് തന്നെ ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കണം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങല്ലാതെ നമുക്ക് മറ്റാരുമില്ല. ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ചെറിയ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ എത്ര സഹജമായ രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു ബുദ്ധിമുട്ടും ഞാൻ നൽകുന്നില്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ. കാമചിതയിലിരുന്ന് കറുത്തുപോയ നിങ്ങൾ ഇപ്പോൾ ജ്ഞാനചിതയിലിരുന്ന് പവിത്രമായി മാറൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളോട് മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ പറയൂ, എല്ലാവരുടെയും അച്ഛനാകുന്ന ശിവബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. കലിയുഗത്തിൽ എല്ലാവരും തമോ പ്രധാനമാണ്. എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ കറ ഇളകും. ഇത്രയെങ്കിലും സന്ദേശം നൽകാൻ സാധിക്കുമല്ലോ. സ്വയം ഓർമ്മിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് താൽപര്യത്തോടുകൂടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലായെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരികയേയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, എവിടെയാണെങ്കിലും എത്ര സാധിക്കുന്നുവോ ഓർമ്മിക്കൂ. ആരെ കാണുകയാണെങ്കിലും ഈ പഠിപ്പ് തന്നെ നൽകൂ. മരണം മുന്നിൽ നിൽക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും തമോ പ്രധാനരും പതീതവുമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. പവിത്രമായി മാറൂ. ആത്മാവ് തന്നെയാണ് പതീതമായി മാറിയിരിക്കുന്നത്. സത്യയുഗത്തിൽ പാവനമായ ആത്മാവാണ്. ബാബ പറയുന്നു, ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറുകയുള്ളൂ. അല്ലാതെ മറ്റൊരുപായവുമില്ല. എല്ലാവർക്കും ഈ സന്ദേശം തന്നെ നൽകിക്കൊണ്ടേ പോകൂ. എന്നാൽ അനേകരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. മറ്റൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റുന്നത് ഒരു പതീത പാവനനായ ബാബ തന്നെയാണ്. ഏറ്റവും ഉത്തമനിലും ഉത്തമ പുരുഷനാക്കി മാറ്റുന്നത് ബാബയാണ്. പൂജ്യരായവർ തന്നെയാണ് പൂജാരിയായി മാറിയത്. രാവണ രാജ്യത്തിൽ നമ്മൾ പൂജാരിയായി മാറി. രാമരാജ്യത്തിൽ പൂജ്യരായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിന്റെ അന്ത്യമാണ്. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പൂജാരിയിൽ നിന്ന് പിന്നീട് പൂജ്യരായി മാറുന്നു. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. വൃദ്ധർക്കും സേവനം ചെയ്യണം. മിത്രസംബന്ധികൾക്കും സന്ദേശം നൽകൂ. ഒരുപാട് പ്രകാരത്തിലുള്ള സത്സംഗവും ക്ഷേത്രങ്ങളും ഉണ്ട്. നിങ്ങളുടേത് ഒരു പ്രകാരത്തിലുള്ളതാണ്. ബാബയുടെ പരിചയം മാത്രം നൽകണം. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി മാറും. നിരാകാരനായ ശിവനും സർവരുടെ സദ്ഗതി ദാതാവുമായ ബാബ ആത്മാക്കളോട് പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ. എന്നാൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ സഹജമല്ലേ? വൃദ്ധമാതാക്കൾക്കും സേവനം ചെയ്യാൻ സാധിക്കും. മുഖ്യ കാര്യം തന്നെ ഇതാണ്. വിവാഹത്തിനോ എവിടേക്ക് വേണമെങ്കിലും പോയിക്കോളൂ. എല്ലാവരുടെയും കാതിൽ ഈ കാര്യം കേൾപ്പിക്കൂ. ഗീതയുടെ ഭഗവാൻ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ഈ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ സംസാരിക്കേണ്ടതായ ആവശ്യമില്ല. ബാബയുടെ സന്ദേശം മാത്രം നൽകണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ശരി, ഭഗവാൻ പ്രേരണ നൽകുകയാണ് എന്ന് കരുതൂ. ചിലർക്ക് സ്വപ്നത്തിൽ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും എന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. നിങ്ങൾ സ്വയം തന്നെ അഥവാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോണി അക്കരെ എത്തും. നമ്മൾ പ്രത്യക്ഷത്തിൽ
പരിധിയില്ലാത്ത ബാബയുടേതായി മാറി 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്തെടുക്കുകയാണ്. അതിനാൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാബയെ മറക്കുന്നതിലൂടെ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ബാബ എത്ര സഹജമായിയാണ് പറഞ്ഞു തരുന്നത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ ആത്മാവ് സത്തോ പ്രധാനമായി മാറും. എല്ലാവരും മനസ്സിലാക്കും, ഇവർക്ക് ശരിയായ വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വഴി മറ്റാർക്കും ഒരിക്കലും പറഞ്ഞു തരാൻ സാധിക്കില്ല. വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ള സമയവും വരും. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങൾ ശരീരം ഉപേക്ഷിക്കും. അവസാന സമയം ആരാണോ ശിവബാബയെ സ്മരിക്കുന്നത് അവർ പിന്നെ നാരായണ പദവി പ്രാപ്തമാക്കും. ലക്ഷ്മി നാരായണന്റെ കുലത്തിലേക്ക് വരില്ലേ? ഇടയ്ക്കിടയ്ക്ക് രാജ്യപദവി പ്രാപ്തമാക്കും. ബാബയെ മാത്രം ഓർമ്മിക്കൂ, സ്നേഹിക്കൂ. ഓർമ്മിക്കാതെ എങ്ങനെ ബാബയെ സ്നേഹിക്കും? സുഖം നൽകുന്നതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ദുഃഖം നൽകുന്നവരെ സ്നേഹിക്കാറില്ലല്ലോ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലെ അധികാരിയാക്കി മാറ്റുന്നു. അതിനാൽ എന്നെ സ്നേഹിക്കൂ. ബാബയുടെ ശ്രീമതത്തിലൂടെ മുന്നേറണമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സന്തോഷത്തിലിരിക്കുന്നതിന് വേണ്ടി ഓർമ്മയുടെ പരിശ്രമം ചെയ്യണം. ഓർമ്മയുടെ ബലം ആത്മാവിനെ സത്തോ പ്രധാനമാക്കി മാറ്റുന്നു. സ്നേഹത്തോടുകൂടി ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ. 2. ഉയർന്ന പദവി പ്രാപ്തമാക്കണമെങ്കിൽ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ഭാഗ്യത്തിലുണ്ടെങ്കിൽ ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. തെറ്റുകൾ ഉപേക്ഷിച്ച് പൂർണ്ണ സമ്പത്തിന്റെയും അധികാരിയായി മാറണം. വരദാനം: പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സ്മൃതി സ്വരൂപരും നഷ്ടമോഹയുമായി ഭവിക്കട്ടെ. നഷ്ടമോഹ ആകുന്നതിന് വേണ്ടി കേവലം തന്റെ സ്മൃതി സ്വരൂപം പരിവർത്തനം ചെയ്യൂ. ഞാൻ ഗൃഹസ്ഥിയാണ്, ഇതെന്റെ വീടാണ്, എന്റെ ബന്ധുവാണ്. ഇങ്ങനെയുള്ള സ്മൃതി വരുമ്പോഴാണ് മോഹം വരുന്നത്. ഇപ്പോൾ ഈ പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനം ചെയ്യൂ. പരിധിയില്ലാത്ത ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയാൽ പരിധിയുള്ളവ താനെ പൂർത്തീകരിക്കപ്പെടും. എന്നാൽ അഥവാ പരിധിയില്ലാത്ത ഉത്തരവാദിത്വം മറന്ന് കേവലം പരിധിയുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണെങ്കിൽ അതിലൂടെ ഒന്നുകൂടി മോശമാകും. എന്തുകൊണ്ടെന്നാൽ ആ കടമ മോഹം ഉൽപ്പന്നമാക്കുന്നു. അതിനാൽ തന്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനം ചെയ്ത് നഷ്ടമോഹ ആകൂ. സ്ലോഗൻ: പ്രശ്നങ്ങളാകുന്ന മേഘങ്ങളെ മറികടക്കുന്ന വിധത്തിൽ അത്രയും തീവ്ര ശക്തി നിറയ്ക്കൂ. അവ്യക്ത സൂചന: ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരാകൂ. ഏത് കാര്യത്തിന്റെയും സഫലതയ്ക്ക് 2 ശ്രേഷ്ഠ ഭുജങ്ങളുണ്ട്. 1. പരസ്പര വിശ്വാസം. 2. ഐക്യം. എവിടെ കൂട്ടായ്മയിൽ എല്ലാവർക്കും ഏകാഭിപ്രായമുണ്ടോ, പരസ്പരം വിശ്വാസമുണ്ടോ, അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ഒരുമിച്ചിരിക്കുകയാണെങ്കിലും ഒരാളുടെ സംസ്കാരം ഉരസുന്നതാണെങ്കിലും മറ്റേയാൾ ഏറ്റുമുട്ടരുത്. ഓരോരുത്തരും അവരവരെ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും. ഓം ശാന്തി.